ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പൊടികൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പൊടികൾ കരിഞ്ഞു പോകരുത്. പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു പുകച്ചൂരയാക്കാരം കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള പൊടി ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ജാതിപത്രിയാണ്. ജാതിക്കയുടെ മുകളിൽ കാണുന്നൊരു സാധനമാണ് ജാതിപത്രി. ഇതാണ് സാധനം. എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ പലചരക്ക് കടയിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ്. മരുന്ന് കടയിലും ഇത് കിട്ടും. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം ചേർക്കുന്നുണ്ട്. പൊടിയാണെങ്കിൽ അവർക്ക് നോട്ടത്തിൽ ചേർത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ ഞാൻ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിപ്പായതാണ്. അപ്പോൾ ആ ഉലുവ ഞാൻ ചേർത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്ര പോകുന്ന ഉലുവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നമ്മൾ ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ച് ചേർത്താൽ മതി, പേസ്റ്റ് ആക്കണ്ട. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെനിക്ക് അത്യാവശ്യം ജലദോഷമുണ്ട്, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പല്ലേ, പിന്നെ ഞാൻ നാട്ടിൽ പോയി വന്നതിൻ്റെ ആ യാത്രയുടെ ഒക്കെ ആയിരിക്കും ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇതേപോലെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഒരുപാട് വലിയ ഗ്ലാസ് അല്ല കേട്ടോ, ചെറിയ ഗ്ലാസ് വെള്ളമാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളിവിടെ അരവ് തേച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരുപാട് വെള്ളം ഒഴിച്ച് ബീഫ് വേവിക്കണ്ട, പിന്നെ ഒരുപാട് ചാറായി പോകും. അപ്പോൾ എന്താ പറയുക, ബീഫ് നമ്മൾ വേവിക്കുന്ന സമയത്ത് എന്തായാലും കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വേകാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം വെളിച്ചെണ്ണയും എടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. 1 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ബീഫ് വേവിക്കുന്ന കൂട്ടത്തിൽ അതിൽ ചേർത്താലും മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാല ഇതേപോലെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റുന്നതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് നടുവ് ഇങ്ങനെ കീറി എടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ നോക്കാം, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ 2 വിസിൽ വന്നിട്ട് നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിട്ട് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചതെങ്കിലും അത്യാവശ്യം നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടി കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം താത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം, കുറച്ചുകൂടി ഒന്ന് വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ ഇനി ഒരു 5-6 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു അല്പം താത്തി വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 വാഴയിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഴയിലയുടെ ഫ്ലേവർ കൂടെ ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇപ്പോൾ ചപ്പാത്തി, അപ്പം, കപ്പ, നെയ്ച്ചോറ് എന്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ ഒരല്പം താത്തി വെച്ചിട്ട് വാഴയില വെച്ചതിന് ശേഷം നമ്മളൊന്നും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ, സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു വർഷമാകട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരാം.